ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ എൻ്റെ പുതുപുത്തൻ വീഡിയോസ് ഫ്രീ ആയി നോട്ടിഫിക്കേഷനായി നിങ്ങൾ പക്കെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ നമുക്ക് സമയങ്ങളുണ്ട്, നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് എങ്ങനെ ഇതുപോലത്തെ ഒരു കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിലെ മുറ്റത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഈ മണലൊക്കെ ഉണ്ട്, അപ്പോൾ ഇതെനിക്ക് കളയണം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ വെച്ചാണ് മോൾഡ് ഉണ്ടാക്കുന്നത്. ഗൈസ്, നമുക്ക് കോൺക്രീറ്റ് ടാങ്ക് പല രീതിയിൽ ഉണ്ടാക്കാം. ചിലവർ മോൾഡായിട്ട് ഈ മണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റേ സിമെൻറ്റ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെനിക്ക് അത്ര തോന്നിയിട്ടില്ല. അത് ചിലപ്പോൾ വേണമെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതിനായി ഞാനൊരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ് ബോർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ സൈസിലാണ് ഞാൻ ലെന്തും എടുത്താണ് അളവ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് 83 സെൻറ്റിമീറ്ററാണ് ലെന്ത് എടുത്തപ്പോൾ കിട്ടിയത്. അപ്പോൾ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചോടെ 50 or 57 വല്ലതും എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം. ഞാനിവിടെ ലെന്തായിട്ട് എടുത്താക്കുന്ന 830 mm ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ, എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ അവിടുത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റുവാണ്. അപ്പം ഞാൻ ഓടിച്ചു വിടുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ 4 സൈഡിലെ മണ്ണിങ്ങനെ എടുത്ത് മാറ്റണം. നമുക്കൊരു മോൾഡ് പോലെ വേണം. അപ്പോൾ ഇച്ചിരി ഒരു ഹൈറ്റിൽ നമുക്കത് പൊക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് ഈസിയുള്ള പരിപാടിയാണ്, വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടു ഒരു മോൾഡ് മാതിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് വേണ്ട പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പം നമുക്ക് ഇതുപോലൊരു മോൾഡ് തോന്നുന്നു. ഗൈസ്, ഇനി പ്ലാസ്റ്റിക് ഷീറ്റ് വേണം. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ സിമെൻറ്റ് മോൾഡ് ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ ഈ മണ്ണിൽ ചെയ്യുവാണെങ്കിൽ ചിലപ്പം എനിക്കറിയത്തില്ല, ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ര ഇത് തോന്നിയിട്ടില്ല. മണ്ണിൽ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞൊന്നും വരുന്നില്ല. അപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതാണ് ഇച്ചിരി എളുപ്പത്തിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ആ മോൾഡ്, നമ്മുടെ ടാങ്കിൻ്റെ മോൾഡ് ഈസി ആയിട്ട് പറിച്ചെടുക്കാം. ഗൈസ്, ഇനി നമുക്ക് സിമെൻറ്റ് വേണം. അപ്പം നിങ്ങൾക്കറിയാം 2:1 സാൻഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് അഗ്രിഗേറ്റ് എന്തെങ്കിലും ഉപയോഗിക്കാം. ഇച്ചിരി കൂടിയ അഗ്രിഗേറ്റ് ഇച്ചോണം നല്ലത്, അല്ലെങ്കിൽ പാറമണൽ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും പാറമണലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് കൂടുതലായിരിക്കണം, സിമെൻറ്റ് കുറച്ചായിരിക്കണം. എന്നിട്ട് നിങ്ങൾക്കൊന്ന് ഇളക്കി സംഭവം സെറ്റാക്കിയാൽ മതി, വെള്ളം ഒഴിച്ച്. അപ്പോൾ ഗൈസ്, ഞാൻ ടാങ്കിൻ്റെ ബേസ് ഭാഗം വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് സിമെൻറ്റൊക്കെ ഇട്ട് ആ ബേസ് ഭാഗം മൊത്തം മൂടണം. അപ്പം നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് വേണം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ മൊത്തം അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഗൈസ്, ഇനി നമുക്ക് അവിടെ സൈഡിലൊക്കെ കുറച്ച് തേക്കണം. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും തേക്കുന്ന കാണിക്കുന്നില്ല. 4 സൈഡിലും കുറച്ച് സിമെൻറ്റ് തേക്കണം. ഗൈസ്, ഇനി വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇരുമ്പായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ അയൺ റോഡ് എടുത്താണ്, ഗാൽവനൈസ്ഡ് വയർ, GI വയർ എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ആ ഇരുമ്പ് എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇത് മൊത്തം കാണിക്കുന്നില്ല, നിങ്ങൾ തേക്കുന്ന മൊത്തം കാണിക്കുക. അപ്പോൾ ഗാൽവനൈസ്ഡ് വയർ നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റ് ഉപയോഗിക്കാം. നെറ്റ് ഉപയോഗിക്കുന്നത് ഇച്ചിരി എളുപ്പം. അതാണ് ഒന്നും ചെയ്യേണ്ട, ചുമ്മാ മടക്കി 4 സൈഡ് ഇങ്ങനെ മടക്കി ഇങ്ങനെ സാധനം വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഗാൽവനൈസ്ഡ് വയറാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗത്ത് ഇങ്ങനെ ചെറിയ നൂൽക്കമ്പി വെച്ച് കെട്ടി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്ത് വെക്കണം. എന്നിട്ട് ഒരു ബോക്സ് മാതിരി വരണം. നിങ്ങൾക്ക് വേണ്ടി നെറ്റ് ഉപയോഗിക്കാം, അതാണ് ഇച്ചിരി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഇവിടെ നെറ്റ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ 3-4 കുറച്ച് ഗാൽവനൈസ്ഡ് വയർ കുറച്ച് ഇങ്ങനെ മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ച് ചെയ്യുവാണ്. കാരണം ബോക്സ് മാതിരി വന്നിട്ടുണ്ട്. ഓക്കെ, വൈസ് ഞാൻ അതിനകത്തിന് ഇഷ്ടിക വെച്ചെന്ന് അറിയാം, അത് പൊങ്ങി വരാതിരിക്കാനാണ്. ഇനി വൈസ് നമുക്ക് സിമെൻറ്റ് തേക്കണം. അപ്പോൾ നമ്മൾ ആ വയറെല്ലാം കൂടി നന്നായിട്ട് മൂടണം. അതിൻ്റെ രീതി വേണം സിമെൻറ്റ് തേക്കാൻ, നല്ല കട്ടിക്ക് തേക്കണം. അപ്പോൾ നന്നായിട്ട് സിമെൻറ്റ് തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നെറ്റ് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി സ്ട്രോങ് വരാനാണ്, അല്ലെങ്കിൽ ചുമ്മാ പൊട്ടിയൊക്കെ പോകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ എന്തെങ്കിലും വെക്കാം, നെറ്റ് വെക്കാം, അല്ലെങ്കിൽ ഗ്രില്ല് വെക്കാം. അപ്പോൾ എൻ്റെ ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് വെച്ച് സംഭവമാക്കിയത്. അപ്പോൾ നമുക്ക് കട്ടയ്ക്ക് നന്നായിട്ട് സിമെൻറ്റ് തേക്കണം. നമ്മൾ ആ അയൺ റോഡെല്ലാം മൂടണം, അല്ലെങ്കിൽ ചുമ്മാ അതെല്ലാം പുറത്ത് തള്ളു നിന്ന പ്രശ്നമാവും. അത് ഇനി വെള്ളമൊക്കെ വീണ് തുരുമ്പടിച്ച് അങ്ങോട്ടൊക്കെ വെള്ളം ഇറങ്ങും, സിമെൻറ്റൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്, കോൺക്രീറ്റ് ടാങ്ക് പൊട്ടിപ്പോവും. ഗൈസ്, ഞാൻ 1 മണിക്കൂർ നേരം ഞാൻ സിമെൻറ്റ് ഇങ്ങനെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. കാരണം ആ ഇഷ്ടിക അവിടെ വെച്ചുകൊണ്ട് അയൺ റോഡെല്ലാം തള്ളി വരും. അപ്പോൾ തള്ളി വരാതിരിക്കാനാണ് സിമെൻറ്റ് ഇഷ്ടിക വെച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഇഷ്ടിക മാറ്റിയിട്ട് അവിടെയും കുറച്ച് തേച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ട്. ഗൈസ്, ഇത് ഉണങ്ങിയിട്ട് 5-6 ദിവസമായിട്ടുണ്ട്. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 ദിവസമായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, സംഭവം സെറ്റായിട്ടുണ്ട്. ഗൈസ്, ഇനി പറിച്ചെടുക്കുന്നതാണ് നോക്കേണ്ടത്. നമ്മൾ പ്ലാസ്റ്റിക് വെച്ചുകൊണ്ട് ഒരു സീനും ഇല്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെ റെഡി ആയിട്ട് നമ്മൾ സെറ്റപ്പ് കോൺക്രീറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മളിത് പറിച്ചെടുക്കണം. ഞാൻ 2 സൈഡ് പൊക്കാനായി ഇങ്ങനെ അലവാങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നമ്മൾ പൊക്കി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കാണാം പ്ലാസ്റ്റിക് ഷീറ്റ് ആൻഡ് ടോപ്പോടെ പറഞ്ഞു കിട്ടും. സംഭവം ഇങ്ങനെ ഇരിക്കും.
അപ്പോൾ ഇനി പ്ലാസ്റ്റിക്കൊക്കെ പറിച്ച് കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിടയ്ക്ക് ഒരു കുളം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഗൈസ് എനിക്ക് ആ വീഡിയോക്ക് നല്ല റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ചില ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ മീനെ ഇട്ടിട്ട് മീൻ ചത്തു പോയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ പറഞ്ഞാൽ ഉടനെ ഒന്ന് മീനെ ഇടരുത്, ഒരാഴ്ച ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് വേണം മീനെ ഇടാൻ. എൻ്റെ സിമെൻറ്റ് പുളിപ്പൊക്കെ പോകാനാണ്, മറ്റേ ആസിഡൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് മീനിനത് സ്ട്രെസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് മീൻ ചത്തൊക്കെ പോകും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് അലങ്കരിക്കാം. പൈസ അത് നോക്കിയിട്ട് വേണം. ഞാനത് ആ വീഡിയോ ഞാൻ പറഞ്ഞു അത് ഉടനെ മീനെ ഇടരുത്. ചിലവരുടെ മീൻ ചത്തും പോയിട്ടുണ്ട്. എന്നിട്ട് എന്നെ കമൻറ്റ് വെച്ച് കുറേ പേര് വഴക്കൊക്കെ പറയുന്നുണ്ട്. ഞാൻ വീഡിയോ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അത് ഉടനെ മീനെ ഒന്നും ഇടരുതെന്ന്. അപ്പോൾ ഇതും അങ്ങനെ ഞാൻ ഒരാഴ്ച വെള്ളം ഇങ്ങനെ ഇട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ മീനെ ഇടുന്നത്. അപ്പോൾ ഞാൻ ആമ്പിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഗോൾഡ് ഫിഷാണ്. എനിക്കിപ്പോൾ ഗോൾഡ് ഫിഷ് നോക്കാൻ സമയമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവൻ്റെ ഗോൾഡ് ഫിഷാണ് എടുത്താക്കുന്നത്. അപ്പോൾ മീനൊക്കെ ഇട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഞാൻ വെള്ള പെയിൻറ്റ് അടിച്ച്, എനിക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിക്കാം. അങ്ങനെ നല്ല ഡെപ്തൊക്കെ ഉണ്ട്. അത്യാവശ്യം മീനൊക്കെ ഇടാൻ പറ്റും. ഗപ്പീനൊക്കെ വളർത്താൻ പറ്റിയ കുളമാണ്, കുഴപ്പമില്ല. ഗോൾഡ് ഫിഷിനൊക്കെ 2 എണ്ണമൊക്കെ ഇടാൻ പറ്റുള്ളൂ. 3 എണ്ണം അധികം ഒന്നും ഇതിൻ്റെ അകത്തൊന്നും വളർത്താൻ പറ്റില്ല. 2 ഗോൾഡ് ഫിഷിനൊക്കെ ഇട്ട് വളർത്താൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വീടിൻ്റെ അകത്തൊക്കെ വെക്കാം. സാധനം കൊള്ളാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു കൊള്ളുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഗപ്പീനെ, മുളീനെ, പ്ലാറ്റീനൊക്കെ വളർത്താം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഡിസൈനിലൊക്കെ സംഭവം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കോൺക്രീറ്റ് ടാങ്കാണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം അഴുകൊക്കെ പെട്ടെന്ന് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇത് വേണം ഹോസ്പിറ്റൽ ടാങ്ക്, നിങ്ങൾ മീനുകൾക്ക് വല്ല അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ടാങ്ക് ആക്കാം. പിന്നെ ഫ്രൈസിനെ കെയർ ചെയ്യാം, മീൻകുഞ്ഞുങ്ങളൊക്കെ കെയർ ചെയ്യാൻ പറ്റും. അപ്പം ഇത് അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ചെയ്താക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു രീതി കാണിച്ചു തന്നത് നിങ്ങൾക്ക് പല ഡിസൈനും നമുക്ക് സിമെൻറ്റ് ടാങ്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വേറൊരു ഡിസൈൻ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പം വാട്സപ്പ് വരെയും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഓരോ വീഡിയോ ചെയ്യുന്നതിനും നല്ല എഫേർട്ടൊക്കെ എടുത്താണ്. അപ്പോൾ നിങ്ങൾ എഫേർട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, പരമാവധി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്നാലേ ഞാൻ ഇനി കൂടുതൽ വീഡിയോ ഇടാൻ എനിക്ക് തോന്നുള്ളൂ. അപ്പോൾ ഗൈസ് ബൈ.